friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാബീൻ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വേറൊരു കോട്ടിങ്ങും കൂടി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് ക്രംസിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താലും മതി. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലതും ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം കുറച്ചിട്ടിട്ട് പൊടിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടി കൊടുത്തിട്ട് വെച്ചാൽ മതി. ഇതുപോലെ പൊടിയൊന്ന് തട്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായാൽ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ ചൂടായാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി, എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കന് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.